കാൽപന്ത് കളിയുടെ ലോക ചാമ്പ്യന്മാരെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികളും വലിയ ആവേശത്തിലാണ്. മെസ്സിയും സംഘവും ഇത്തവണ വിജയക്കൊടി പാറിക്കുമെന്നാണ് അർജന്റീന ആരാധകരുടെ പക്ഷം. എന്നാൽ സീസണിലുടനീളം മികച്ച പ്രകടനം നടത്തിയ സ്പെയിൻ കപ്പിൽ മുത്തമിടുമെന്ന് സ്പെയിൻ ആരാധകരും പറയുന്നു. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അർജന്റീന സ്പെയിൻ ആരാധകർ വലിയ ആവേശത്തിലാണ്. നമ്മുടെ കൂടെ സ്പെയിന്റെയും അർജന്റീനയും ആരാധകരുണ്ട്. ആദ്യം അർജന്റീന ആരാധകരോട് തന്നെ ചോദിക്കാം, ഈ കളികൾ മൊത്തം, ഈ മാച്ച് മൊത്തം അർജന്റീന മികച്ചൊരു പ്രകടനം നടത്തിയിട്ടുണ്ട്. അതന്നെ ഈ കളിയിലും ആവർത്തിക്കും, കപ്പ് നേടുമെന്നാണോ? 100% നമ്മുടെ ടീമിൽ നമുക്ക് വളരെ വിശ്വാസമാണ്. കാരണം ഈ ലാസ്റ്റ് കഴിഞ്ഞ 4 കളി വളരെ സൂപ്പർ ഒരു കമ്പാക്ക് അടിച്ച ടീമാണ്. ഏത് കളി നോക്കിയാലും ഇപ്പൊ സെമിയിൽ അതിമനോഹരമായിട്ടാണ് ഭയങ്കര കമ്പാക്ക് തിരിച്ചു വന്നത് അല്ലേ. അപ്പൊ അതിൽ 100% വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ടീം കപ്പിൽ മുത്തമിടും. മെസ്സി എന്ന മിഷിഹ നമുക്ക് വേണ്ടി ആ ട്രോഫി അടിച്ചു തരുന്ന വിശ്വാസമുണ്ട്. ഇന്നത്തെ കളി പറഞ്ഞാൽ പെറ്റുമ്മയും പോറ്റുമ്പോൾ തമ്മിലുള്ള കളിയാണ്. അതായത് സ്പെയിനും അർജന്റീന പറഞ്ഞാല് നമ്മളെ ക്യാപ്റ്റന്റെ വലിയൊരു കയർ സ്പെയിനിൽ വളർന്ന് അവിടെ ജനിച്ച് അവിടെ കളിച്ച് വളർന്ന് ഈ ഒരു ഇതിഹാസമാണ് മെസ്സി. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് കുറെ സ്പെയിന്റെ ആൾക്കാർ വരെ മെസ്സി ജയിച്ചാൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു കളിയാണ്. കാരണം ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. യമാല് പറഞ്ഞറിയോ, ഈ അർജന്റീന ടീമിനോട് റെസ്പെക്ട് ആണ്, അതായത് മെസ്സിനോട് റെസ്പെക്ട് ആണ്. അർജന്റീന ടീമിനോട് ഒരു വെല്ലുവിളി നടത്തുന്നില്ല. കാരണം ബാർസലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിക്ക് ഒരു സെക്കൻഡ് ഹോമാണ്. ഫസ്റ്റ് ഹോം അർജന്റീന ആണ്, സെക്കൻഡ് ഹോം ബാർസലോണ ആണ്. അപ്പൊ അതുകൊണ്ട് നല്ല കളിയാണ്. ഇന്നലെ ശക്തരായ ഇംഗ്ലണ്ടിന്റെ കളികൾ കണ്ടില്ലേ, ഫ്രാൻസിനെ അടിച്ചു മറിച്ച്. ആ ഒരു പേടി സ്പെയിനിന് ഇപ്പൊ നല്ലോണം ഉണ്ട്. പിന്നെ ഞങ്ങൾ മറുപടി കൊടുക്കൽ എന്തുകൊണ്ടറിയോ, ഇന്ന് കളിയിലാണ് കാണാൻ പോകുന്നത് സ്പെയിന്റെ ആരാധകർക്ക്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഒരു നിലക്ക് ഒരു വെല്ലുവിളി ഉയർത്തൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെയുള്ള കളികളില് ഫസ്റ്റ് കളിയിൽ കേബവർദ്ധന്റെ പേര് സമനിലയായപ്പോൾ സ്പെയിനോട് ഊതി വീർപ്പിച്ച ബലൂണാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ തിരുത്തി പറയേണ്ടി വന്നു. കാരണം സ്പെയിന്റെ കളി നടക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, ടീം ഗെയിമാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുള്ള കളിയാണ് സ്പെയിനിൽ കളിക്കുന്നത്. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യങ് പ്ലെയർ ഉള്ള പുരസ്കാരം 99% നമ്മളെ പോക്കുപാർച്ചി റെഡിയാക്കി കഴിഞ്ഞു. അതിനിപ്പോ 6 എതിരാളികളുണ്ടല്ലോ. അതേപോലെ നമ്മുടെ കീപ്പർ ഗോൾഡൻ ഗ്ലൗ ഉനായ് സിമോൺ ഒരു ഗോളാണ് ഇതുവരെ വാങ്ങിയത്. അർജന്റീന നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, മെസ്സി എന്ന കളിക്കാൻ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നല്ല. നല്ലൊരു മത്സരം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പെയിൻ 2ാമത്തെ കിരീടം എന്തായാലും നേടുക തന്നെ. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ സാമ്പാർ മുന്നണിയാണ്. ഈ നമ്മൾ സ്പെയിനും നിങ്ങൾ ഇതുവരെയുള്ള കളി വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിനും അതിന് തമ്മിൽ വളരെ ശാന്തമായിട്ടാണ്. ഫാൻ ഫൈറ്റ് കുറവുകളൊക്കെയാണ്. നേരെ മറിച്ച് ഈ സാമ്പാർ മുന്നണി ഒരുപാട് കൂടിയിട്ട് കുറെ സ്പെയിന്റെ കൂടെ കൂടും, കുറെ അതൊക്കെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ തോറ്റ് പുറത്തായ ടീമുകളാണ്. അതാണ് ഈ കളി കാണാനുള്ള ഫിഫക്ക് കംപ്ലൈന്റ്, ഫിഫന്റെ വെല്ലുമ്മക്ക് കംപ്ലൈന്റ്, അമ്മായിക്ക് കംപ്ലൈന്റ് പറയാലോ. അർജന്റീന 100% റെഡിയാണ്. അർജന്റീന അടിക്കും. കാരണം എന്താ വെച്ചാല് ഇതുവരെ റഫറിമാരൊക്കെ അവരെ കൂടാനുള്ളത് ഇനി മാറൂല്ലാന്ന്. ശക്തന്മാരാണ് ഇരു ടീമുകളും. ഏതായാലും ഇനി മത്സരം കാണാൻ ഈ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഏതായാലും ആരാധകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെ തുടരുന്നു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.